സിജു, അതായത് ഈ രക്ഷാപ്രവർത്തനം അത് ഏറ്റവും അലംഭാവം നിറഞ്ഞ മണിക്കൂറുകളിലൂടെ കടന്നുപോയത് സാക്ഷ്യം വഹിച്ച കുറച്ച് മനുഷ്യരാണ് അവിടെയുള്ളത്. അവരുടെ രോഷം തന്നെയാണ് നമ്മൾ ഈ നേരത്തെയൊക്കെ കേൾക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാകുന്നു എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ അധികാരികളൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നു, മുഖ്യമന്ത്രി അടക്കം, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കം അങ്ങോട്ടേക്ക് എത്തുന്നു. കേരളം കൂടുതൽ അധികാരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പ്രഷർ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ചെലുത്തുന്നു. ഇതൊക്കെ കൊണ്ടായിരിക്കാമല്ലേ ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോൾ ദ്രുതഗതിയിലാകുന്നത്? ഇപ്പോൾ അല്പം വേഗത മണ്ണ് നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നാണ് പറയാൻ സാധിക്കുന്നത്. നേരത്തെ ജിതിൻ സൂചിപ്പിച്ചതുപോലെ രാവിലെ വലിയൊരു അലംഭാവം ഇന്നും ഉണ്ടായി. തെരച്ചിൽ ആരംഭിക്കുന്നതിന് വൈകി. ഒരു മണ്ണുമാന്തി യന്ത്രം മാത്രമായിരുന്നു അവരിവിടെ എത്തുമ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് എന്നാണ്. പിന്നീട് പലരുമായും ബന്ധപ്പെട്ടതിന് ശേഷമാണ് കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈ ഭാഗത്തേക്ക് എത്തി പരിശോധന നടത്തിയത്. എന്തായാലും ഇപ്പോൾ ഈ പ്രദേശത്ത് നേരത്തെ കഴിഞ്ഞ ദിവസം റഡാറിൽ സ്പോട്ട് ചെയ്ത സ്ഥലത്തേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം, പ്രത്യേകം അടയാളപ്പെടുത്തിയ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് എത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. തൊട്ടടുത്തേക്ക് തന്നെ മണ്ണ് മാറ്റിക്കൊണ്ട്, അധികം ദൂരത്തല്ലാതെ മണ്ണ് മാറ്റിക്കൊണ്ട് മണ്ണ് നീക്കം വളരെ പെട്ടെന്നാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു സ്പോട്ട്, അത് റെഡ് കളറിൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. അത് റൗണ്ട് ചെയ്ത് കാണുന്ന ആ ഒരു സ്ഥലത്താണ് അർജുന്റെ ലോറി ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്നത്. റഡാറിൽ സിഗ്നൽ ലഭിച്ചിരിക്കുന്ന ആ ഒരു പ്രദേശത്താണ്. ഏകദേശം 6-7 മീറ്റർ താഴെയാണ് ഈ ഒരു ലോഹ വസ്തു ഉണ്ട് എന്ന തരത്തിൽ സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രദേശത്താണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് വ്യക്തമായി തന്നെ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ ഒരു പ്രദേശത്ത് മണ്ണ് നീക്കിക്കൊണ്ടുള്ള ഒരു പരിശോധന അതിലേക്കാണ് കടക്കുന്നത്. സിജു, ഏകദേശം നേരത്തെ എനിക്ക് തോന്നുന്നു കുറച്ച് മുൻപ് ആരംഭിച്ച പരിശോധനയാണ്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാവുന്ന എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതായത് മണ്ണ് നീക്കം ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നുണ്ടോ? ഈ സിഗ്നൽ ലഭിച്ച ഭാഗത്തേക്ക് മണ്ണ് നീക്കം വേഗത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. 2 വാഹനങ്ങൾ ഇപ്പോൾ ആ ഭാഗത്ത്, മണ്ണുമാന്തി യന്ത്രങ്ങൾ ആ ഭാഗത്തേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള മണ്ണ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ MLA സൂചിപ്പിച്ചത് ഈ അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് കൃത്യമായും എത്തുന്നതിന് വേണ്ടി മണ്ണ് നീക്കം വളരെ പെട്ടെന്ന് നടത്തും എന്നുള്ളതാണ് MLA സൂചിപ്പിച്ചത്. അതിന് നേതൃത്വം നൽകുന്നത് കേരളത്തിൽ നിന്നെത്തിയ സംഘമാണ്. കേരളത്തിൽ നിന്ന് സ്വമേധയാ തയ്യാറായി ഈ ദൗത്യത്തിന്റെ ഭാഗമായി എത്തിയ തിരുവനന്തപുരം സ്വദേശി രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം നൽകുന്ന നിർദ്ദേശമനുസരിച്ചാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്, തെരച്ചിൽ നടക്കുന്നത് എന്നുള്ളതാണ്. റഡാർ പരിശോധനയിൽ ലഭിച്ച സ്ഥലത്തിനടുത്തേക്ക് സംശയകരമായ സാഹചര്യത്തിൽ സിഗ്നലുകൾ ലഭിച്ച സ്ഥലത്തേക്ക് ഈ പരിശോധന ആ ഭാഗത്തേക്ക് മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. 1 മണിക്കൂറിനകത്ത് പരമാവധി മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് വാഹനം അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് അധികൃതർ വച്ച് പുലർത്തുന്നത്. 6-7 മീറ്റർ ഉയരത്തിൽ മണ്ണുണ്ട്. കഴിഞ്ഞ ദിവസം റഡാർ പരിശോധനയ്ക്ക് ശേഷം NIT-യിലെ വിദഗ്ധ സംഘം പറഞ്ഞത് 9 അടി താഴ്ചയിലാണ് സിഗ്നൽ ലഭിച്ചത്. മണ്ണിടിഞ്ഞ് വീണതിന്റെ മുകളിൽ നിന്ന് നടത്തിയ പരിശോധനയിൽ ക്രെയിൻ വഴി അവരെ അവിടെ എത്തിച്ചാണ് പരിശോധന നടത്തിയത്. 9 അടി താഴത്താണ് ഒരു സിഗ്നൽ ലഭിക്കുന്നത് എന്നാണ്. അത് വലിയൊരു ലോഹവസ്തു എന്ന രീതിയിലാണ്, അങ്ങനെ സംശയിക്കാവുന്ന തരത്തിലുള്ള ഒരു സിഗ്നലാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗം അടയാളപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക മാപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഭാഗത്തെ മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തിക്കൊണ്ട് ആ ഭാഗത്തേക്ക് പരിശോധന നടത്തുന്നത്. ഇപ്പോൾ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ കമ്പുകൾ കുത്തിക്കൊണ്ട് ചില ഭാഗങ്ങൾ വൃത്താകൃതിയിൽ റൗണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്.